السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള കുടുക്കേങ്ങൽ കുടുംബാംഗങ്ങളെ, കുടുക്കേങ്ങൽ കുടുംബത്തിൻ്റെ വളരെ സന്തോഷകരമായൊരു കുടുംബ സംഗമത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ രണ്ട് വാക്ക് ഞാനും സംസാരിക്കാം. നാഥൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ. കുടുംബം അത് ഇമ്പമുള്ളതാണ്. ഒരുപക്ഷെ നാം എല്ലാം രാവിലെ ഇവിടെ വന്ന് നമ്മുടെ കുടുംബത്തെയൊക്കെ കണ്ടപ്പോഴുണ്ടായ ആ സന്തോഷം തന്നെയാണ് ഇമ്പം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ നല്ലൊരു തലക്കെട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വേരും ചിറകുകളും എന്ന വളരെ മനോഹരമായൊരു തലക്കെട്ട്. നാം ഈ പോസ്റ്ററിന്റെ മുകളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കവിടെയായൊരു മരം കാണാൻ കഴിയും. വേരിൽ നിന്ന് വലിയൊരു തണ്ടായി, ആ തണ്ടിൽ നിന്നും വലിയ ശിഖിരങ്ങളായി, ആ ശിഖിരങ്ങളിൽ നിന്നും ഇലകളായി, അങ്ങനെ മാറി മാറി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞു പോയ തലമുറ, നമ്മുടെ വല്യുപ്പ വല്യുമ്മ എന്നിങ്ങനെ തുടങ്ങുമ്പോൾ ആ വേരിൽ നിന്നാണ് നാം എല്ലാം ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ട് വലിയ ശിഖിരങ്ങളും ഇലകളുമായി നിൽക്കുന്നത്. ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേരും തടിയും ഇലയും എല്ലാം ഒന്നു തന്നെയാണ്. അതുപോലെ ഒന്നു തന്നെയായി നിൽക്കേണ്ടവരാണ് നാം എല്ലാവരും. അപ്പോൾ മാത്രമേ ആ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ എനിക്കും കുറെ പേരെയൊന്നും അറിയില്ല. എൻ്റെ ഉപ്പയും വലിയുപ്പയും വലിയുമ്മയും ചാപ്പമാരെയും അമ്മായിമാരെയും അല്ലാതെ അതിനപ്പുറത്തേക്ക് അറിയാതെ ഞാനും ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്തരം കുടുംബ സംഗമങ്ങളാണ് അങ്ങനെയുള്ളവരെ അറിയാനും സന്തോഷങ്ങൾ പങ്കിടാനുമുള്ള ഒരു അവസരമെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾക്ക് പരലോകത്ത് അതികഠോരമായ ശിക്ഷ ലഭിക്കുമെന്നാണ്. ഒന്ന്, അതിക്രമിക്കുക, അല്ലെങ്കിൽ കാരണമില്ലാതെ ആക്രമിക്കുക. രണ്ടാമതായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നാണ്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. കാത്തിരിക്കാൻ ചില മനുഷ്യരുണ്ടെന്നും കയറി ചെല്ലാൻ ഒരു ഇടമുണ്ടെന്നുള്ള ബോധ്യത്തെയാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം നമുക്ക് കനിയേകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. ഉമ്മയും ഉപ്പയും വലിയുപ്പയും വലിയുമ്മയും അമ്മായിമാരും ചാപ്പമാരും സഹോദരങ്ങളും സഹോദരിമാരും പേരക്കുട്ടികളും എല്ലാവരും ചേർന്ന് ഒന്നായി മാറുന്ന കുടുംബത്തെക്കാൾ മറ്റെന്തുണ്ട് ഈ മണ്ണിൽ? കണ്ണിനും കൽബിനും കുളിർമയേകുമ്പോൾ മാത്രമേ കുടുംബ ബന്ധം ഒരിക്കലും അറ്റുപോവരുതേ എന്ന് നാം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയുള്ളൂ. മരണാനന്തരം കുടുംബം സ്വർഗീയ ജീവിതത്തിലും നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അത് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇഹത്തിലെ പോലെ പരത്തിലും സുഗന്ധം പരത്താൻ നമ്മുടെ കുടുംബത്തിന് കഴിയണം. അത്തരം സന്തോഷകരമായ കുടുംബങ്ങൾക്ക്, ഇത്തരം കുടുംബ സംഗമങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന.